എന്നെ കൊണ്ടൊന്നും നടക്കണ കാര്യമല്ല. ഞാനൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ ഒരു സമ്പൂർണ്ണ തോൽവിയാണ്. എനിക്കൊരു കാര്യവും ചെയ്യാനുള്ള കഴിവില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതത്തിലുണ്ടായ ഏതൊക്കെയോ ചില സാഹചര്യത്തിൽ അവരവരോട് തന്നെയുള്ള ആ ഒരു മതിപ്പ് നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയതുകൊണ്ടാണ്. അതായത് അവരാരും മോശക്കാരല്ല എന്നാണ് സാരം. അപ്പൊ ഇവിടെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ അവനവനോട് തന്നെയുള്ള ആ ഒരു ബഹുമാനം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രബലമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു നിസ്സഹായ അവസ്ഥയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒരുപക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനവന്റെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളതെങ്കിൽ അതിനെ കവർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട് അത്തരത്തിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം താഴെ പോകുന്നതിന്. അതെന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമുക്കതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, യു ഫോക്കസ് ഓൺ യുവർ ഫ്ലോസ് ദാൻ യുവർ സ്ട്രെങ്ത്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഇല്ല എന്നതിനെ കുറിച്ചാണ്. എന്തുണ്ട്, എന്ത് കഴിവുണ്ട്, എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, എന്തൊക്കെ കോമ്പീറ്റൻസി ഉണ്ട്, ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണില്ല. ഞാൻ കുറ്റം പറയല്ല കേട്ടോ. കാര്യം ഒരു മനുഷ്യൻ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് ആ പോസിറ്റീവായ കാര്യങ്ങൾ നോക്കാൻ കഴിയണമെന്നില്ല. ആ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എന്തൊക്കെ ഇല്ല, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വേദന എന്താ ആരും മനസ്സിലാക്കാത്തത്, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ഒരു പടി മുൻപോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്ട്രെങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശക്തികളിൽ ഫോക്കസ് ചെയ്തേ മതിയാവും. ഇത് തിരിച്ചറിയണം, ഇത് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ യെസ് ഐ ആം വില്ലിംഗ് എന്ന് അർത്ഥം വരുന്ന രീതിയിൽ YW എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. ഒരു പേപ്പറും പെന്നും എടുത്തതിന് ശേഷം നിങ്ങൾക്കുള്ളിലുള്ള ആ പ്രധാനപ്പെട്ട സ്ട്രെങ്തുകൾ, കഴിവുകൾ അത് എന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്യുക. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും വായിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശ്രദ്ധ ആ ഫ്ലോസിൽ നിന്ന്, ആ കുഴപ്പങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മാറാൻ ഇത് സഹായിക്കുന്നതാണ്. 2, യുവർ നെഗറ്റീവ് തിങ്കിങ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം താഴെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം നെഗറ്റീവായി ചിന്തിക്കും. അതിൽ തെറ്റൊന്നും പറയാനില്ല. നമ്മൾ ബീങ് എ ട്രാൻസ്ഫോർമേഷണൽ കോച്ച് എപ്പോഴും ഒരു മനുഷ്യന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊന്നും കഴിയില്ല. ഇപ്പം എനിക്കും കഴിയില്ല, താങ്കൾക്കും കഴിയില്ല. പക്ഷേ നെഗറ്റീവായ ചിന്തയിൽ നിന്നും പോസിറ്റീവായ ചിന്തയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനുഷ്യനായതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണ സ്ഥലത്ത്, അല്ലെങ്കിൽ മറിഞ്ഞു വീഴുന്ന ഒരിക്കലും തെറ്റല്ല, നമ്മൾ മനുഷ്യനാണ്. പക്ഷെ മറിഞ്ഞു വീണ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് നടക്കാതിരിക്കുന്നതാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇതിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടായ ചില മോശം സിറ്റുവേഷൻസ് ആയിരിക്കാം എണീക്കുമ്പോഴേ നമ്മൾ കാണുന്നത്. സോ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. ആ ചിന്ത ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലായിരിക്കും നമ്മൾ പോകുന്നത്. ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്ന ഉള്ളിൽ തട്ടിയ ഒരു ഡിസിഷൻ എടുക്കുക. ഇത് പറയാൻ എളുപ്പവും ചെയ്യാൻ അല്പം എഫേർട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ചെയ്യേണ്ടത് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തൊക്കെയാണോ കുഴപ്പങ്ങളുള്ളത്, അതായത് നമുക്ക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നെഗറ്റീവായി നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ നേരെ തിരിച്ച് എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് എത്ര തവണ പറഞ്ഞാലാണോ നിങ്ങളുടെ ഉള്ളറകളിൽ ചെല്ലുന്നത് അത്രയും തവണ അത് അഫേം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോയുടെ താഴെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റില്ല എന്നാണ് ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റും എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. അതല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ എനിക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാവും എന്നായിരിക്കണം കമന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണോ നിങ്ങളുടെ നെഗറ്റീവ് പാറ്റേൺ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 3, യു നെവർ സെലിബ്രേറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോടൊപ്പം ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഒരുപാട് അച്ചീവ്മെന്റ്സും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് അവാർഡുകളും ഒക്കെ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിലപ്പോൾ രാത്രി വണ്ടി എടുത്തിട്ട് അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടുവോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുവോ, അല്ലെങ്കിൽ ഒരു ബസ് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തൊരു വ്യക്തിയായിരിക്കും താങ്കൾ. താങ്കൾ ചെയ്ത പ്രവൃത്തി ചെറിയൊരു പ്രവൃത്തിയല്ല.
താങ്കൾ ചെയ്ത നിസ്സാരം എന്ന് കരുതുന്ന പല പ്രവൃത്തി ഇന്ന് മനുഷ്യന്മാർ ചെയ്യാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനുമോദിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അക്നോളജ് ചെയ്യാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ മതി. അപ്പൊ അത്തരത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം താഴെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ റിലേഷനിൽ ഉണ്ടായ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം സെൽഫ് എസ്റ്റീം പോയത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ ചെന്ന് അവിടെ ചെന്ന് പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചാണ് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ ചെന്നു, 1ാം സ്ഥാനം കിട്ടുമെന്ന് ഉറപ്പിച്ചാണ് ഓടണത്, പക്ഷെ നിങ്ങൾ ഏറ്റവും ബാക്കിലായി പോയി. അങ്ങനെ ഷോക്കിംഗ് ആയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാണ്ടാവുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻസിലാണ് സെൽഫ് എസ്റ്റീം താഴെ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചെറിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും അക്നോളജ് ചെയ്യാൻ തയ്യാറാവുക. വീഡിയോയുടെ താഴെ വീണ്ടും കമന്റ് ചെയ്യണം, യെസ് ഐ അക്നോളജ് എന്ന് അർത്ഥം വരുന്ന രീതിയിൽ IA എന്ന് കമന്റ് ചെയ്യണം. എന്തിനാ കമന്റ് ചെയ്യാൻ പറയണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ബോഡിലി ആക്ടിവിറ്റി ആണെന്ന് അല്ലേ, ശരീരം ഉപയോഗിച്ചുള്ള ഒരു ആക്ടിവിറ്റി ആണെന്ന് അല്ലേ, ഒരു ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ്. ഈ കേൾക്കുന്ന കാര്യങ്ങളെ ഫിസിക്കലി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണ്. ആ റെസ്പോണ്ട് ചെയ്യുന്ന പ്രോസസ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് കൂടുതൽ ഭംഗിയായി ചെല്ലാനും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ആ സെൽഫ് എസ്റ്റീം തിരിച്ചു പിടിച്ചുകൊണ്ട് കരുത്തമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണ്. 4, യു സീക്ക് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. സെൽഫ് എസ്റ്റീം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്യണതൊക്കെ തെറ്റാന്ന് നമുക്ക് തോന്നണം. അതുകൊണ്ട് എന്ത് പറ്റും? എല്ലാ കാര്യവും വളരെ കോൺഫിഡൻ്റ് ആയി ഞാൻ ചെയ്യണത് ശരിയാണ് എന്ന് പറഞ്ഞ് പോയ വ്യക്തികളിൽ പല ആൾക്കാരും ശരിയായി ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും മറ്റുള്ള ആളുകളോട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ സെൽഫ് എസ്റ്റീമാണ് കുറഞ്ഞിരിക്കുന്നതെങ്കിൽ ഞാനൊരു പക്ഷേ ഈ വീഡിയോ ചെയ്ത ശേഷം എൻ്റെ അടുത്തുള്ള 2 സുഹൃത്തുക്കളെടുത്ത് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ, കൊള്ളാമായിരുന്നു. കാരണം എന്താ? എനിക്ക് സെൽഫ് എസ്റ്റീം ഇല്ല. ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് എൻ്റെ തോന്നലാണ്. ഈ തോന്നൽ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ സന്തോഷം കിട്ടുള്ളൂ. കാര്യം എന്നിലുള്ള എൻ്റെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സെൽഫ് വർത്തിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തുടർന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. കാരണം അന്ന് നിങ്ങൾ തന്നെ ചെയ്തേ, ഇപ്പോഴും നിങ്ങൾ തന്നെ ഉള്ളേ, അന്നത്തെക്കാളും അനുഭവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോ. ശരിയാണ്, ജീവിതത്തിന്റെ ചില കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് ഡെസ്പറേഷനിൽ പോയി, ഒരുപാട് സങ്കടപ്പെട്ടു. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലുള്ളതാണ്. താങ്കളുടെ ജീവിതത്തിലും അത് സംഭവിച്ചു എന്ന് മാത്രം. അവിടെ നിന്നും തിരിച്ചൊരു ഫെനിക്സ് പക്ഷിയെ പോലെ എണീറ്റ് വരണമെങ്കിൽ നമ്മുടെ സെൽഫ് വർത്ത് തിരിച്ചറിയുക. അവിടെ ബേബി സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ വാലിഡേഷനിൽ ഇപ്പോഴും എല്ലാ കാര്യം ചെയ്യാൻ കഴിയില്ല. നമ്മളാൽ കഴിയുന്ന ചെറിയ 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 സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വീണ്ടും ആ പഴയ നമ്മളെ കൂടുതൽ കരുത്തമായ രീതിയിൽ പുനർജീവിപ്പിച്ചെടുക്കുക എന്ന പ്രോസസ്സാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. 5, സെറ്റിംഗ് അൺറിയലിസ്റ്റിക് ഗോൾസ്. ഒരു അൺറിയലിസ്റ്റിക് ആയ ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ 1 ലക്ഷം രൂപ വീതമാണ് എല്ലാ മാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളൊരു ഡ്രീം സെറ്റ് ചെയ്യുകയാണ്, എനിക്ക് 100 കോടി രൂപ ഉണ്ടാക്കണം. നിങ്ങൾ എന്നിട്ട് ഇതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട് പോയിട്ട് അതുമായിട്ട് 1% പോലും യോജിക്കുന്ന റിസൾട്ട് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുള്ള സെൽഫ് എസ്റ്റീം പോയെന്നിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കണത്? നിങ്ങൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഡിസർവിങ് ആയ ഒരു വ്യക്തിയായി മാറിയിട്ടില്ല. ഡിസർവിങ് ആയ വ്യക്തിയായി മാറുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പൊ മറ്റൊരു വ്യക്തിക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടണ സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരു നേട്ടം നേടുമ്പോൾ അത് ചിലപ്പം അയാളെന്ന പുസ്തകത്തിന്റെ 40ാമത്തെ പേജായിരിക്കും. നിങ്ങളെന്ന പുസ്തകത്തിന്റെ 5ാമത്തെ പേജിലിരിക്കണം. നിങ്ങൾ 40ാമത്തെ പേജ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന റിയലിസ്റ്റിക് ഗോൾസ് വേണം സെറ്റ് ചെയ്യാൻ. കാരണം ഇപ്പോൾ നമ്മുടെ ഇരിക്കണത് ഒരു ബൈക്കും കടലിന്റെ മുകളിൽ കൂടെ അപ്പുറം ചെല്ലണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്കവിടെ കപ്പൽ വേണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വേണം. അപ്പൊ നമ്മുടെ ആ വെഹിക്കിൾ ഉണ്ടോ, നമ്മൾ ഡിസർവിങ് ആയോ, ഇത് അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിയലിസ്റ്റിക് ആയ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പലപ്പോഴും വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ, ഇതെന്താ നടക്കാത്തത് എന്നോർത്ത് വിഷമിക്കുന്നതിന് പകരം കൃത്യമായ ഒരു റോഡ് മാപ്പ് ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. കൃത്യമായി ഒരു സിസ്റ്റം ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. കൃത്യമായ ഒരു ഡയറക്ഷൻ വേണം. കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് പഠിക്കണം. അതിന്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ചില ഗോളുകൾ സെറ്റ് ചെയ്താണ് എൻ്റെ ലൈഫിൽ ടോട്ടലി മാറ്റം ഉണ്ടാക്കിയ കാരണം. ഇന്ന് ഏതാണ്ട് 2000-ഓളം ട്രെയിനിങ് സെഷൻസ് എടുത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത്, 3,20,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ ബിൽഡ് ചെയ്ത സമയത്ത്, തുടർന്ന് ഒട്ടനവധി നേട്ടങ്ങൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ നേടിയ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഞാൻ ഗോൾ സെറ്റ് ചെയ്തതാണ്. നിരവധി പുസ്തകങ്ങളിലൂടെ അതിൽ നിന്ന് കിട്ടിയ ഇൻപുട്സും പിന്നെ എൻ്റെതായ രീതിയിലുള്ള റിസർച്ചുകളിലൂടെ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു.
അതിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായ രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും നേട്ടം കൈവരിക്കാനും സഹായിക്കുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നവീൻ ഇൻസ്പയർസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിലെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയ മാഗ്നറ്റിക് ആയ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ആ വർക്ക്ഷോപ്പ് സഹായിക്കും. ഇത് എല്ലാവർക്കും വേണ്ടി പറയണ കാര്യമല്ല. ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുകയും തന്റെ ജീവിതത്തിൽ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ച് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കണം എന്നാഗ്രഹിക്കുകയും അതല്ല വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നടക്കൂല എന്ന് വിചാരിച്ച് നിരാശരായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ താങ്കൾക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പാണ് ഇത്. അതല്ലാതെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വർക്ക്ഷോപ്പ് വേണ്ട. അങ്ങനെയുള്ള ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ട. സീരിയസ് ആയി കാണുന്ന ആൾക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിലൊരു പ്രയോജനം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഈ വീഡിയോ മുഴുവൻ കാണുക, ഇതിൽ ഇൻഫർമേഷൻ എടുക്കുക, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് ഇതിലെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് കുറച്ച് മാറ്റമൊക്കെ വരുത്താം. എന്നാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി കൃത്യമായ ഗോളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പിൽ എൻറോൾ ചെയ്യണമെന്നും അത് അറ്റൻഡ് ചെയ്യണമെന്നും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ തന്നെ ഭാവിയിൽ വന്ന് കമന്റ് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. എനിവേ, 6ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുന്നതിന്റെ 6ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അതായത് പണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തപ്പോൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ എനിക്ക് എന്താ കിട്ടിയേ? പരാജയമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇന്ന് ഞാൻ പല കാര്യം ചെയ്യുന്ന സമയത്തും പരാജയപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു അസംഷനിലാണ് നിൽക്കണത്. അതിലൊരു ആനയുടെ കഥയുണ്ട്, നമുക്കറിയാം. ഒരു കുട്ടി ആനയെ ചെറിയൊരു കയറുകൊണ്ട് കെട്ടിയിടും. ഭാവിയിൽ അത് വലിയ ആനയാവുന്ന സമയത്ത്, കൊല്ലകൊമ്പനാവുന്ന സമയത്തും പിന്നെ കയറുകൊണ്ട് കെട്ടിയിടും. കാരണം ഈ ആന ചെറുപ്പത്തിൽ പലപ്പോഴും ശ്രമിച്ച് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. ആന വലുതായാലും ആന അറിഞ്ഞിട്ടില്ല. ഇതേപോലെ നമ്മൾ പല ആളുകളും നമ്മൾ എത്രത്തോളം നോളജ്, ആറ്റിറ്റ്യൂഡിൽ മാറ്റം, സ്കിൽസ്, എക്സ്പീരിയൻസ് ഇതെല്ലാം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കാതെ പണ്ട് ഞാൻ തോറ്റുപോയി, ഇപ്പൊ ശ്രമിച്ചാലും തോറ്റുപോകും എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പൊ കൃത്യമായി നിങ്ങളുടെ ആ ഒരു വളർച്ച, നിങ്ങൾക്ക് ആ ഒരു മാറ്റം അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ശ്രമിക്കുക, പരിശ്രമിക്കുക, നേടിയെടുക്കുക. പരാജയപ്പെട്ടു പോകുമോ എന്ന ഭീതി മാറ്റിവെച്ച് പരാജയപ്പെട്ട ഞാൻ പുതിയൊരു പാഠം പഠിക്കും, ഇനിയും ചെയ്യും എന്നൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ശക്തമായി തന്നെ മുൻപോട്ട് പോവുക. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ. നമ്പർ 1, നിങ്ങളുടെ ഫ്ലോസിൽ, നിങ്ങളുടെ കുഴപ്പങ്ങളിൽ നോക്കി നിൽക്കാതെ ശക്തികളിൽ നോക്കുക. നമ്പർ 2, നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ മാറ്റാൻ കുറച്ച് അഫർമേഷൻസ് കണ്ടുപിടിച്ച് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 3, നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും തയ്യാറാവുക. നമ്പർ 4, മറ്റുള്ള ആളുകളുടെ വാലിഡേഷൻ എടുത്തേ ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചാട്ടിയും പിടിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ആൻഡ് നമ്പർ 5, അൺറിയലിസ്റ്റിക് ആയ ഗോൾ സെറ്റ് ചെയ്യാതെ കൃത്യമായി ഒരു മാഗ്നറ്റിക് ഗോൾ, ഞാനത് പറഞ്ഞിരുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്, കൃത്യമായ ഒരു ഗൈഡൻസ് എടുക്കുന്നത് തെറ്റൊന്നുമില്ല. വ്യക്തമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഗൈഡൻസ് എടുത്തുകൊണ്ട് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആൻഡ് ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റു പോകുമെന്ന് പേടിക്കണ്ട. തോറ്റാൽ അതിൽ നിന്ന് പാഠം പഠിക്കുക, വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. എനിവേ, ജീവിതത്തിൽ സെൽഫ് എസ്റ്റീം കുറവുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ സെൽഫ് എസ്റ്റീമിനെ ഒരു പടി മുകളിലേക്ക് കയറ്റാൻ ഈ വീഡിയോ സഹായിക്കുമെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂടാതെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the very best. NK signing off.